ഏത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായാലും അവർക്കുള്ള മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലായതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും പഠിച്ചാൽ അവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവരെ കൂടി എക്സ്പോസ് ചെയ്യണമെന്നേ, അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം. ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്? രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കാനായി ആളെ ഇറക്കിയിരിക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഒളിവിൽ പോയി എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിലെ യഥാർത്ഥത്തിലുള്ള അന്വേഷിക്കപ്പെടേണ്ട, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾ ഇപ്പോഴും ഒരു സേഫ് സോണിലാണ്. ആ സേഫ് സോണിൽ കൊണ്ടുചെന്ന് ഇരുത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് കൃത്യമായി അവരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നേ. അപ്പോൾ അറിയാമല്ലോ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന്. പാലക്കാട്ട് ആരാണ് കൊണ്ടുവന്ന് MLA ആയി മത്സരിപ്പിക്കുന്നതിന്, അതായത് ജനപ്രതിനിധിയായി മത്സരിപ്പിക്കുന്നതിനായി പാലക്കാട് മണ്ഡലത്തിൽ കൊണ്ടുചെന്ന് ഇറക്കിയത് ആരാണ്? അവിടുത്തെ മുൻ MLA ആണ്. ആ മുൻ MLA അടക്കമുള്ള ആളുകൾ പറയണം ഇയാൾ എവിടെയാണെന്ന്. അല്ലെങ്കിൽ ഇയാളെ എനിക്ക് അറിയില്ല, ഇയാളുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് നിഷേധിക്കണം. അല്ലാതെ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് സെൽഫി എടുത്ത് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടില്ല എങ്കിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും വലവിരിച്ച് അന്വേഷിക്കാൻ ADGP പറഞ്ഞിട്ടുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുത്തിയ ആളോട് ഇതുവരെ തിരക്കിയോ എന്തെങ്കിലും കാര്യങ്ങൾ? അല്ലാതെ ഫെനി നൈനാനെ ഒന്നും തേടിപ്പോയിട്ട് കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇനിയെങ്കിലും അന്വേഷണ സംഘം എത്തിയില്ല എങ്കിൽ ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള തന്ത്രമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം ധരിക്കുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം.